ബി ജെ പിക്ക് വലിയ സന്തോഷം നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള BJPയുടെ ആധിപത്യം തന്നെയാണ്. വലിയ തിരിച്ചുവരവ് തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കോർപ്പറേഷനിൽ കൃത്യമായ പ്രവർത്തനം നടന്നിരുന്നത്. അതിന്റെ ഒരു ഫലം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നതിൽ വലിയ രീതിയിൽ തന്നെ സന്തോഷിക്കാമെന്ന് തന്നെയാണ്. എന്തായാലും അവിടെ ഒരു BJPയുടെ NDAയുടെ മേയർ അവിടെ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് 50 സീറ്റിലാണ്, കോർപ്പറേഷനിൽ 50 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. LDF 29, മൂന്നാം സ്ഥാനത്താണ് UDF ഉള്ളത്. എന്തായാലും K മുരളീധരന്റെ നേതൃത്വത്തിൽ തന്നെ അടിത്തട്ടിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ പിടിക്കാൻ UDF നന്നായി തന്നെ ഉയർത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾക്ക് അവർ നടത്തിയിരുന്നു. KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ UDF കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴും UDF ഉള്ളത് എന്നതാണ് വാസ്തവം. എന്തായാലും അക്കാര്യവും UDFന് പരിശോധിക്കേണ്ടി വരും. എന്തുകൊണ്ട് തിരുവനന്തപുരം നേടാൻ കഴിഞ്ഞില്ല, കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞില്ല എന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത്? NDAയുടെ ഒരു മേയർ വരാൻ പോവുകയാണ്. എന്തുകൊണ്ട് വലിയൊരു തിരിച്ചടി LDFന് സംഭവിച്ചു, UDFന് സംഭവിച്ചു? എങ്ങനെയാണ് ഓരോ മുന്നണിയുടെയും ഒരു വിലയിരുത്തൽ വരുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചത് 20-ൽ കൂടുതൽ സീറ്റിലേക്കെങ്കിലും എത്തുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 19 സീറ്റിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത്. LDFന്റെ കൂടുതൽ വാർഡുകൾ പിടിച്ചെടുത്താണ് കോൺഗ്രസ് 19ലേക്ക് എത്തിയത് എന്നുള്ളതും എടുത്തു കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് LDFന് വലിയ തരത്തിലുള്ള നഷ്ടം സീറ്റ് നിലയിൽ ഉണ്ടായത്. BJP എന്തായാലും 50 എന്നുള്ള നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. 101 വാർഡുകളാണ് നിലവിൽ കോർപ്പറേഷനുള്ളത്. അവിടെ 100 മത്സരം നടന്നത്. ഒരിടത്ത് വിഴിഞ്ഞത്ത് സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ്. 100 നടന്ന തെരഞ്ഞെടുപ്പിലാണ് നിലവിൽ 50 സീറ്റ്, പകുതിയോളം സീറ്റുകൾ നേടി CPMൽ നിന്ന് LDFൽ നിന്ന് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. തലസ്ഥാന നഗരം പിടിച്ചു എന്നുള്ളത് രാജ്യത്ത് തന്നെ വലിയ വാർത്തയാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനായി എതിർപ്പുകളും നിയമപോരാട്ടവും ഒക്കെ നടത്തുന്ന ഒരു സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി തന്നെ പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് LDF കോട്ടകളിൽ നിയമസഭ വാഗ്ദാനം. വിജിൻ, കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോദിയെ തന്നെ അവിടെ എത്തിക്കുമെന്നല്ലേ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറിന് വലിയ ക്രെഡിറ്റ് തന്നെയാണ് നിലവിൽ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി K സുരേന്ദ്രന്റെയും ഒപ്പം തന്നെ V മുരളീധരന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒപ്പം തന്നെ പ്രവർത്തനവും ഒക്കെ നടത്തിയിട്ടും രാജീവ് ചന്ദ്രശേഖർ ഒരു വർഷം തികക്കുന്നതിന് മുമ്പ്, സംസ്ഥാന അധ്യക്ഷനായി ഒരു വർഷം തികക്കുന്നതിന് മുമ്പ് തന്നെ 50 സീറ്റിലേക്ക് എത്തിച്ച് അധികാരത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെയുള്ള പ്രഖ്യാപനം അതായിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും. അത് കേന്ദ്രത്തിൽ മോദിയുടെ വികസിത ഭാരതം എന്നുള്ള മുദ്രാവാക്യത്തിനൊപ്പം വികസിത കേരളം, ഒപ്പം തന്നെ വികസിത നഗരം എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. വർഗീയ രാഷ്ട്രീയത്തിനപ്പുറം വികസിത ഭാരതം, വികസിത കേരളം, വികസിത നഗരം എന്നൊക്കെയുള്ള പുതിയ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു BJP തിരുവനന്തപുരത്ത് മത്സരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RC ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അങ്ങനെ BJPയുടെ ഒരു പരമ്പരാഗത ആളുകളിൽ നിന്നൊക്കെ എതിർപ്പ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയും തിരുമലന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ളവ തിരിച്ചടിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ വലിയ മുന്നേറ്റം BJP ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലുള്ള വലിയ മുന്നേറ്റം തന്നെ കോർപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തന്നെയാണ് മേയറാകാൻ പോകുന്നത്. മേയർ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവാണ്, കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവാണ്, കൊടുങ്ങാനൂരിൽ നിന്ന് വിജയിച്ച VV രാജേഷ്. അദ്ദേഹം BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ R ശ്രീലേഖ, അവർ മുൻ IPS ഉദ്യോഗസ്ഥയാണ്. ഒപ്പം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഈ രണ്ടിൽ ഒരാൾ ആരാകും കോർപ്പറേഷൻ മേയർ എന്നുള്ളതാണ്. ഇത് ജനറൽ സീറ്റാണ് ഇത്തവണ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കുള്ളത്. കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു. ഇത്തവണ വനിതാ സംവരണം അത് ഡെപ്യൂട്ടി മേയർക്കാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ VV രാജേഷിനെ നിലവിൽ പഴയ പ്രവർത്തകരുടെയൊക്കെ വികാരം മാനിക്കുന്നു എന്നൊക്കെ മുൻനിർത്തി VV രാജേഷിനെ കോർപ്പറേഷൻ മേയറാക്കുകയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി R ശ്രീലേഖയെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളൊരു ആലോചനയൊക്കെ ഒരുപക്ഷെ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും കോർപ്പറേഷൻ
കോർപ്പറേഷൻ മേയറുടെ കാര്യത്തിൽ നിർണായകമാവുക. കാരണം ആ വലിയ വിജയം BJPക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് പ്രചരണം ഏറ്റെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും.